അത്ര സമാധാനമുള്ള ഒരു ലോകത്തിലല്ല നമ്മൾ ആരും തന്നെ ജീവിക്കുന്നത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു 13 വയസ്സുകാരനായ മകന് പറ്റിയ സങ്കടത്തെക്കുറിച്ച് എല്ലാവരും വാർത്തയിൽ അറിഞ്ഞു കാണുമല്ലോ. ഈ മകൻ താൻ കളിക്കുന്നതിനിടയിൽ തന്റെ ചെരുപ്പ് ഷീറ്റിൽ വീണ് അതെടുക്കുവാനായി കയറിയപ്പോൾ വിദ്യ പഠിക്കുവാനായി പോയ മകനാണ്. പക്ഷേ അവിടെ വലിയൊരു അപകടമാണ് ഒരു മകനെ കാത്തിരുന്നത്. ആ മകൻ ഈ ലോകം വിട്ടെടുക്കപ്പെട്ടു. ഇന്ന് ആ കുടുംബം ഒത്തിരി ഒത്തിരി സങ്കടങ്ങളുടെ പുറകെയാണ്. മാധ്യമങ്ങൾ പരസ്പരം കൈകോർക്കുകയാണ്, കൊമ്പ് കോർക്കുകയാണ്. ഓരോരുത്തരെയും കുറ്റങ്ങൾ ചാർത്തിയാലും നഷ്ടം നികത്തുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക വഴി. പ്രതീക്ഷ, ആശ്വാസം, പ്രാർത്ഥന മുറുകെ പിടിക്കാം. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതൊക്കെയും ദൈവത്തിനായി ചെയ്ത് ദൈവകൃപയിൽ ബലപ്പെടുവാനായി നമുക്ക് ഈ നാൾ ഒരുങ്ങാം. ഇന്ന് അല്പസമയം നമ്മെ ചിന്തിപ്പിക്കുന്ന ചിന്താവിഷയവും ഇത് തന്നെയാണ്. ഡു ഫോർ ഗോഡ്. ദൈവത്തിനായി ചെയ്യുക, ദൈവത്തിനായി ചെയ്യുക. ഈ ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്ന ചിന്താവിഷയമാണ് ഇന്നിവിടെ വായിച്ചു കേട്ടത്. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. ലൂക്കോസ് 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വചനങ്ങളിൽ ഇന്നത്തെ ലോകത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ലോകത്തിന്റെ പച്ചയായ പൊള്ളത്തരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മകൻ മരണപ്പെട്ടതിന്റെ വേദനയിൽ ആ മാതാവും ആ കുടുംബവുമായിരിക്കുമ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ പല രീതിയിൽ കളിയാക്കലുകളും ട്രോളുകളും പലരെയും കുറ്റപ്പെടുത്തിയും അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ സമാധാനമില്ല. അതിനു മുമ്പ് കുറച്ചു ദിവസം മുമ്പ് മറ്റൊരു മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് അവിടെയും അപകടങ്ങളാണ്, അനർത്ഥങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങും ഇങ്ങും എങ്ങുമൊക്കെ അനർത്ഥങ്ങളും സമാധാനക്കേടുകളും ഉള്ളപ്പോൾ നമ്മുടെ ആശ്രയം ദൈവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതൊക്കെയും നാം ദൈവത്തിന് വേണ്ടി ചെയ്ത് ദൈവകൃപയിൽ ബലപ്പെടുവാനായിട്ട് നമുക്ക് ഈ സമയം നമ്മുടെ ക്രമത്തെ, നമ്മുടെ ജീവിതത്തെ ഒരുക്കേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ വചനത്തിൽ നാം ഒരു ഗുഡ് സമരിറ്റൻ എന്ന പേര് കേട്ട നല്ല ശമരിക്കാരനായ ഒരു വ്യക്തിയെയാണ് ചരിത്രമായി നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും എരിഹോവിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ തന്നെ ആ കള്ളന്മാരാൽ അടിച്ച് അദ്ദേഹത്തിന് വളരെയധികം മുറിവുകളും ഭാരങ്ങളും ഏൽക്കുകയും ഒരു വഴിയിൽ ഒരു വിജനമായ പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുകയാണ്. ഇവിടെയാണ് ഇനിയുള്ള ഈ ലോകത്തിന്റെ ഒരു പിക്ചർ തെളിഞ്ഞു വരുന്നത്. വളരെ തിരക്കും വളരെ പ്രാഗൽഭ്യനും വളരെ അറിവും വളരെ എല്ലാമുള്ള ഒരു പുരോഹിതൻ അതുവഴി കടന്നു വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. പുരോഹിതൻ കടന്നു വന്നിട്ട് അവനെ ഒന്ന് പരിഗണിക്കാതെ തിരക്ക് ഭാവിച്ച് കടന്നുപോയി എന്നുള്ളതാണ്. ഡു ഫോർ ഗോഡ്. ഈ ലോകത്തിൽ, ഈ കഷ്ടതയുടെ, ഈ പ്രതിസന്ധിയുടെ ലോകത്തിൽ എന്താണ് പുരോഹിതൻ ചെയ്തത്? ഒരു വലിയ ചോദ്യമാണ്. പുരോഹിതൻ വഴിമാറിപ്പോയി എന്ന് വളരെ ലഘുവായോ വളരെ മൃദുവായോ കാഠിന്യമായിട്ട് തന്നെ കർത്താവ് അവിടെ പരിഹസിച്ചിരിക്കുകയാണ് ഈ ചരിത്രം പറയുന്നതിലൂടെ. നമ്മളെല്ലാവരും ഇന്ന് ഈ ലോകത്തിന്റെയും മതദൈവങ്ങളുടെയും പുറകെ പോകുമ്പോൾ ഓർക്കണം, സമാധാനം ആര് തരും എന്നുള്ളതാണ്. ഒടുവിൽ വീണ്ടും സഭയുടെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ലേവിയൻ, സെക്സ്റ്റൻ അല്ലെങ്കിൽ പറയും കപ്പ്യാർ ഒക്കെ പറയാം, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോടെ വരികയാണ്. അയാളും സമയം തീരെയില്ല എന്ന് കരുതി അവിടെ ആ പാർശ്വവൽക്കരിക്കപ്പെട്ട ആ വിജന പ്രദേശത്ത് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനെ ഉപേക്ഷിച്ച് കടന്നു പോകുന്ന ഒരു രംഗമാണ് അവിടെ കാണുവാനാണ് സാധിച്ചത്. അപ്പോൾ തന്നെ ദൈവം ചോദിക്കുന്നതിൽ ആരാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത്? പുരോഹിതനെയും നന്മ എണ്ണാൻ കഴിഞ്ഞില്ല, ലേവ്യനെയും കാണാൻ കഴിഞ്ഞില്ല. അതിന്റെ സാരാംശം വളരെ വലുതാണ് എന്ന് മറന്നു പോകരുത്.
ഒടുവിൽ അവിടെ ഒരു വ്യക്തി വരികയാണ്, ഒരു ഐമേരി, തികച്ചും ഒരു ഐമേരി. അവനൊരു പക്ഷേ ഒരുപാട് സിദ്ധാന്തങ്ങളോ ഒരുപാട് തിയോളജിക്കൽ നോളജോ ഒരുപാട് എക്സ്പീരിയൻസോ ഒന്നുമില്ല, പക്ഷെ അവന് ദൈവം ആരാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് കടന്നു വരികയും അവന്റെ മനസ്സിൽ അവന് ദൈവത്തോടുള്ള സ്നേഹം അവിടെ ആ വ്യക്തിയോടും തോന്നുകയാണ്. ഇതെന്റെ സഹോദരനല്ലയോ, ഇതെന്റെ വേണ്ടപ്പെട്ടവനല്ലയോ. അവനിൽ ആ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യനെ കണ്ടപ്പോൾ ദൈവത്തെയാണ് ആ മനുഷ്യന് കാണുവാനായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഓടിച്ചെന്ന് അവനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവന്റെ മുറിവുകളൊക്കെ പരിഹരിച്ച് മുറിവുകളൊക്കെ കെട്ടി അവന് വെള്ളം കൊടുത്ത്, മാത്രമല്ല നീ എഴുന്നേറ്റ് വെക്കോ എന്നല്ല, അവന് ആവശ്യമുള്ള പക്വതയുള്ള ഒരു സത്രത്തിൽ അവനെ ചേർത്ത് വെച്ച് അവന് വേണ്ടുന്ന എല്ലാം ചെയ്തിട്ട് അവന് വേണ്ടി മുൻകൂട്ടി തന്നെ കാശെല്ലാം നൽകി അവനെ ഒരു സമാധാനത്തിന്റെ വഴിയിൽ കൈപിടിച്ച് നടത്തുവാൻ ഒരു അയമേനിക്ക്, ഒരു നല്ല വ്യക്തിക്ക് അവിടെ കഴിഞ്ഞു എന്നാണ് ചരിത്രം ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രിയരെ, ഇതിലാരാണ് നല്ലവൻ എന്ന് യേശുക്രിസ്തു ചോദിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നവർ പറയുകയാണ്, അതിൽ കരുണ കാണിച്ചവനെന്ന്. അപ്പോൾ യേശുക്രിസ്തു തിരിച്ചു പറഞ്ഞ മറുപടി ഇതാണ്, അതെ, നിങ്ങളും ഇതുപോലെ ചെയ്യണം, നിങ്ങളും ഇതുപോലെ ആകണം എന്നാണ് ഇവിടെ അവസാനം പറഞ്ഞത്. യേശു അവരോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറയുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, ഈ ഗുഡ് സമരിത്യൻ, നല്ല ശമരക്കാരൻ എന്ന കഥയിൽ നിന്ന് രണ്ട് പ്രധാന കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരിൽ നാം ദൈവത്തെ കാണണം. മറ്റുള്ളവരിൽ നാം ദൈവത്തെ കാണണം. നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ അവിടെ അനുഗ്രഹമുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിക്കുകയാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന് 40-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അരുളി ചെയ്യും. അതെ, ചെറിയവനെന്നോ വലിയവനെന്നോ നോക്കാതെ സഹോദരനെ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവനെ മാർജിനലൈസ് എന്ന് പറയും, അതായത് പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ മാറ്റി നിർത്തപ്പെട്ടവനെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തിന് നൽകുന്നതിന് തുല്യമെന്ന് വിശുദ്ധ വേദപുസ്തകം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവൻ? പുരോഹിതനാണോ? ഒരിക്കലുമില്ല. ലേവ്യനാണോ? ഒരിക്കലുമല്ല. ദൈവത്തെ നാമമാത്രമായി അറിഞ്ഞു കാണും, പക്ഷേ അവന് ദൈവത്തിന് ഭയമുണ്ടായിരുന്നു, ദൈവഭക്തി ഉണ്ടായിരുന്നു, അവന് ദൈവം ആരാണ് തിരിച്ചറിയാമായിരുന്നു, അവൻ മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടു. അതുകൊണ്ട് തന്നെ അവൻ പോയി ആ വിഷമഘട്ടത്തിൽ കൂടെ നിന്ന് അവനെ കൈപിടിച്ച് നടത്തി അവനെ ആവശ്യമാകുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ, പഴയതിൽ നിന്നും പുതുമയിലേക്ക് നയിക്കുവാൻ കൈപിടിച്ച് നടത്തിയ ആ മനുഷ്യനെയാണ് കർത്താവ് നല്ലവനെന്ന് എണ്ണിയതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അത് മാത്രമല്ല, വേദപുസ്തകത്തിലൂടെ കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് നീയും ഇതുപോലെ ചെയ്യണം. നിനക്ക് എന്നെ വേണമെങ്കിൽ, ദൈവത്തെ വേണമെങ്കിൽ, നീ നിന്റെ സഹോദരനെ, നിന്റെ ബന്ധുക്കളെ, നിന്റെ ചുറ്റുപാടിലുള്ളവരെ, നീ കാണുന്ന അനാഥരായി പോയിരിക്കുന്നവരെ, വിധവമാരെ നീ എന്ത് ചെയ്യണം? സഹായിക്കണം. അവരുടെ മുറിവുകൾ കെട്ടണം, അവരുടെ സങ്കടങ്ങൾ കേൾക്കണം, അവരോടൊപ്പം ആയിരിക്കുവാനായിട്ട് നിനക്ക് കഴിയുന്നുവെങ്കിൽ നിനക്ക് അനുഗ്രഹമുണ്ട്. നീയാണ് നല്ലവൻ, നീയാണ് ദൈവരാജ്യത്തിന്റെ അവകാശി എന്ന് ഓർപ്പിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പറയുക, എന്നെ നീ സ്നേഹിക്കുന്നത് പോലെ, എനിക്ക് നീ ചെയ്യുന്നത് പോലെ നീ നിന്റെ സഹോദരന്മാർക്ക് ചെയ്, അതാണ് ഏറ്റവും നല്ലത്. ദൈവത്തിന് വേണ്ടി തന്നെ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഭണ്ഡാരങ്ങൾ നിറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, ഒരു നേരത്തെ മാറി കൊടുക്കുവാൻ വസ്ത്രമില്ലാതെ ഉള്ളവന് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ, സങ്കടങ്ങളിൽ കൂടെ നിൽക്കുമ്പോൾ, അത് ദൈവത്തിന് വേണ്ടി ചെയ്തതിന് തുല്യമെന്ന് വിശുദ്ധ വേദപുസ്തകം ഇവിടെ നമ്മെ ഓർപ്പെടുത്തുന്നു. മറക്കരുത്, മത്തായി 25:40 പറയുന്നു, whatever you did for one of the least of these brothers and sisters of mine, you did for me. വളരെ ശക്തമായി പറയുന്നു, മറക്കരുത്, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു. എന്നർത്ഥം
മറ്റുള്ളവരെ കൂടി കരുതണം. രണ്ടാമതായി ഈ ഗുഡ് സമരിറ്റൻ, നല്ല ശമരിക്കാരൻ എന്ന ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ലവ് വിത്തൗട്ട് ലിമിറ്റ്സ് ഫോർ ഗോഡ്സ് ഗ്ലോറി. ബൗണ്ടറി ഇല്ലാതെ, അതിർവരമ്പില്ലാതെ ദൈവമഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്യണം? എല്ലാവരെയും സ്നേഹിക്കണം എന്നതാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 20 മുതൽ 21 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ ശക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ശക്തമായി വചനം ഓർത്തുകൊള്ളണം. ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്തു, ദൈവത്തിന് വേണ്ടി ഞാൻ നൽകി, ദൈവത്തിൽ ഞാൻ ഒന്നാമൻ, ഞാൻ എല്ലാമാണ് പറയുന്നവനോട് പറയട്ടെ, ആദ്യം പോയി നിന്റെ സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം, നിന്റെ സഹോദരിയോട് നിരപ്പ് പ്രാപിക്കണം, നിന്റെ ദേശത്തോട് നിരപ്പ് പ്രാപിക്കണം. ഒരുത്തനോട് പകയോ വിദ്വേഷമോ വെച്ചുകൊണ്ട് ഞാൻ എല്ലാമായി സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല എന്ന് ശക്തമായി വേദഭാഗം പറയുന്നു. അതിർവരമ്പില്ലാതെ സ്നേഹിക്കണം. ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതുപോലെ നാം തിരിച്ചും അതിർവരമ്പില്ലാതെ സ്നേഹിക്കണം. സഹോദരനെയും സഹോദരിയെയും കുടുംബത്തെയും മക്കളെയും മരുമക്കളെയും അല്ലെങ്കിൽ സ്നേഹിതരെയും സഭാവിശ്വാസികളെ എല്ലാവരെയും സ്നേഹിപ്പാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ആ ഒരു മനസ്സുള്ളത് കൊണ്ട് എത്ര ധൃതി ഉണ്ടായിട്ടും ആ നല്ല മനുഷ്യനോട് ഇറങ്ങി ആ മനുഷ്യനെ, ആ വ്രണത്തിലായിരിക്കുന്ന മനുഷ്യനെ കെട്ടി, അവന്റെ മുറിവുകൾ കെട്ടി അവന് നല്ലൊരു സൗഖ്യദായ ശുശ്രൂഷ അവിടെ ഒരുക്കിയതാണ്. വചന ശുശ്രൂഷ ഞാനോട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മോടുള്ളൊരു മറുപടി, നിനക്ക് ദൈവത്തെ വേണമോ എങ്കിൽ നീ ആദ്യം നിന്റെ സഹോദരനെ സഹായിക്ക്, നിന്റെ അയൽക്കാരെ സഹായിക്ക്. 2, നിന്റെ അയൽക്കാരനെയും നിന്റെ സഹോദരനെയും നിന്റെ വേണ്ടപ്പെട്ടവരെ നീ അതിരില്ലാതെ സ്നേഹിക്കണം എന്നാണ്. കാരണം ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിനക്ക് ദൈവത്തെ നേടുവാനായിട്ട് കഴിയുന്നത്. ഇതാണ് നല്ല ശമരിക്കാരൻ പറഞ്ഞത്. അവനെല്ലാം മാറ്റിവെച്ചു, അവൻ തിരക്കുകൾ മാറ്റിവെച്ചു, എല്ലാം മാറ്റിവെച്ച് അവന്റെ നല്ല വിലയുള്ള വസ്ത്രങ്ങളായിരിക്കാം, ആ വസ്ത്രത്തിൽ ചോര കൊണ്ട 3 മനുഷ്യരെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് അവന് എല്ലാം നൽകി. അവനെ ഒരു നല്ലൊരു ഒരു ജീവിതത്തിന് വീണ്ടും കൈപിടിച്ച് നടത്താൻ ശ്രമിച്ചപ്പോൾ ദൈവം അവനാണ് മാർക്കിട്ടത്. ഇത്രയും നാൾ തിയോളജിക്കൽ പഠനങ്ങളും നടത്തി, സെമിനാരിയിലും പഠിച്ച്, പള്ളിയിലെ എക്സ്പീരിയൻസും ഒരുപാട് പദവിയും പ്രശസ്തിയുമുള്ള ആ പുരോഹിതനും കൂടെ നിന്ന ലേവിയനും എല്ലാം ഔട്ട്. സാധാരണപ്പെട്ട ഒരു അയ്മേനി ചെയ്ത ശുശ്രൂഷയാണ് ദൈവം അവിടെ അനുഗ്രഹമായി കണ്ടതെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവത്തിനു മുമ്പിൽ പദവികൾക്ക് സ്ഥാനമില്ല. ദൈവത്തിനു മുമ്പിൽ മനസ്സിനാണ് സ്ഥാനം. മറക്കരുതേ, നാം എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നു, നാം എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് കണ്ടാണ് ദൈവം നമ്മെ അനുഗ്രഹത്തിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ തിരുവചനത്താൽ നമ്മുടെ ഈ ജീവിതങ്ങളെ നമുക്ക് ക്രമപ്പെടുത്താം. നമുക്കും ഒരു നല്ല ശമരിക്കാരനാകാം. നമുക്കും പദവികളും നമുക്കും തിരക്കുകളൊക്കെ ഉണ്ടാകാം. എല്ലാം മാറ്റിവെച്ച് ആവശ്യമിരിക്കുന്നവനെ, അർഹിക്കുന്നവനെ സ്നേഹിക്കുകയും അവനെ സഹായിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ആർക്ക് ചെയ്തതായി കണക്കാക്കപ്പെടും? ദൈവത്തിന് ചെയ്തതായി കണക്കാക്കപ്പെടും. അങ്ങനെയുള്ള ഒരു അനുഗ്രഹത്തിലേക്ക് നമുക്കും മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അതിനായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നു മുതൽ തീരുമാനമെടുക്കാം. ദൈവത്തെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ ക്രമങ്ങളിലൂടെ മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സിലൂടെ ഞാൻ എന്നെ തന്നെ തിരുത്തുന്നു. അപ്പാ, അതിനായി എന്നെ സഹായിക്കണമേ. എങ്കിൽ മാത്രമേ എനിക്ക് അങ്ങേയും സ്നേഹിക്കുവാൻ, അങ്ങേയും അറിയുവാൻ എനിക്ക് കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാവർക്കും എഴുന്നേൽക്കാം, കണ്ണുകളടയ്ക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ശമരിക്കാരനെ പോലെ നല്ലൊരു മനസ്സുള്ള വ്യക്തിയായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.